ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ കുട്ടിക്കാനം വന്നിട്ട് സെക്കൻഡ് ഡേ ആണ്. രാവിലെ ഞാൻ പറഞ്ഞ 10 മണിവരെയൊക്കെ കിടന്ന് ഉറങ്ങണമെന്ന് കരുതി, പക്ഷെ നടന്നില്ല കേട്ടോ. ഇന്നലെ ആ വെള്ളത്തിൽ കുളിച്ചിട്ട് മുടിയെല്ലാം ചകിരി കണക്കായി. 7 മണിയായപ്പോൾ എണീറ്റു, വേദയും എണീറ്റു. ഇതേ അച്ഛനും മോളും കൂടി രാവിലെ തന്നെ പൂളിലിറങ്ങി മറിച്ചിൽ തുടങ്ങി കേട്ടോ. എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു ഞാനങ്ങ് വരുന്നില്ല എന്ന് പറഞ്ഞു. ഒന്നാമത് എനിക്ക് നീന്താൻ അറിയത്തില്ല, പിന്നെ ഈ വെള്ളത്തിൽ കിടന്ന് ഞാൻ എന്തോന്നുണ്ടാക്കാനാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ വേദ സ്വിമ്മി വീഡിയോ എടുക്കട്ടെ സ്വിമ്മി. അങ്ങനെ രണ്ടുപേരും കൂടെ വെള്ളത്തിലിറങ്ങി കുളിയോട് കുളി. സത്യം പറഞ്ഞാലേ പോവാൻ തോന്നുന്നില്ല കേട്ടോ. നല്ല രസമുണ്ട്. നമ്മളിന്ന് 11 മണിക്ക് ചെക്കൗട്ടാണ്. ഏട്ടൻ കുറച്ച് തിരക്ക്, അല്ലെങ്കിൽ ഏട്ടൻ നമുക്ക് വാ എവിടെയെങ്കിലും പോവാം, കൊടൈക്കനാല് പോ. ഓ വേറെ സ്വിമ്മ് ചെയ്യുന്നത്. ഇപ്പോൾ പറ്റുന്നില്ല. 1 വർഷത്തോളം സ്വിമ്മിങ്ങിന് പോയി, അപ്പം മറന്നുപോയല്ല. ഇനി സ്വിമ്മിങ്ങിന് വിടട്ടാടി. അവൾക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് സ്വിമ്മിങ്. ഡാൻസ് ക്ലാസ്സും എല്ലാം കൂടെ ആയപ്പോൾ പറ്റാത്തതുകൊണ്ടാണ് നിർത്തിയത്. നോക്കട്ടെ, പറ്റുമെങ്കിൽ സ്വിമ്മിങ്ങിന് വിടാം. അപ്പോൾ 11 മണിക്കാണ് ചെക്കൗട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കളിയെല്ലാം കഴിഞ്ഞ് 11 മണി വരെ നിൽക്കില്ല, 9-10 മണിയാകുമ്പോൾ ഞങ്ങൾ ഇറങ്ങും കേട്ടോ. ഇനി താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഏട്ടൻ എന്നോട് ചോദിച്ച് വേറെ എവിടെയെങ്കിലും പോകണോ എന്ന് ചോദിച്ച് സർപ്രൈസായിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോവോ? സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോവോ? അവള് പറയൂല, അവക്കങ്ങ് വീട്ടിൽ പോകും. കൊച്ചു അങ്ങ് പോയാലും നെട്ടയത്ത് പോവൂല കേട്ടാ. നമ്മളെവിടെയെങ്കിലും കൊണ്ടുപോകണം നോക്കാം കേട്ടോ. ഏട്ടന് തിരക്ക്, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകാൻ. സത്യം പണ്ടെനിക്ക് പോകണ ഇഷ്ടമല്ലായിരുന്നേ. ഇപ്പം ഏട്ടൻ നിൽക്കാത്തതുകൊണ്ട് എങ്ങും പോകുന്നില്ല. പോകാതെ വന്നപ്പോൾ ഭയങ്കര വിഷമം എവിടെയെങ്കിലും പോകാനായിട്ട്. അങ്ങനെ രണ്ടും കൂടെ സ്വിമ്മിങ് പൂളിൽ ഇറങ്ങി. ഞാൻ പോയില്ല, ഞാനിത് ഇവിടെ നിൽക്കുകയാണ്. എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാനും വയ്യ, നീന്താനും അറിയില്ല. ചുമ്മാ ഡ്രസ്സെല്ലാം നനച്ചിട്ട് എനിക്ക് വയ്യ. അങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മുന്നേ എടുത്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ഇതിൻ്റെ ഇടയ്ക്ക് കിടപ്പുണ്ടായിരുന്നേ. അത് എനിക്ക് ഇടാൻ പറ്റിയില്ല. ആ വീഡിയോ ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. എല്ലാവരുടെ ലൈഫിലെ പോലെയും എൻ്റെ ലൈഫിലും ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്ത കുറേ നിമിഷങ്ങൾ നമുക്കുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നമ്മളൊട്ടും ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലായിരുന്നു. ഒരു വീട് എന്നുള്ള സ്വപ്നം എല്ലാവരും പോലെയും നമുക്കും ഉണ്ടായിരുന്നു. അത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അതൊരിക്കലും യാഥാർത്ഥ്യമാവില്ല എന്നൊരു തോന്നലൊക്കെ നമുക്ക് വന്നു തുടങ്ങി കേട്ടോ. അത്രയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടിയ സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിനാൻഷ്യലി ഇത്രയും പ്രശ്നങ്ങൾ വരുമ്പോൾ സാധാരണ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ, ഏതെങ്കിലും ലോൺ എടുക്കും. അതിൻ്റെ പിന്നാലെ പോകും. പേഴ്സണൽ ലോൺ ആയിരിക്കാം, മറ്റു ലോൺ ആയിരിക്കാം, ഏതെങ്കിലുമൊക്കെ ലോൺ എടുക്കും. നമ്മളും അത് തന്നെ സ്വാഭാവികമായിട്ടും ചെയ്തു. ലോൺ എടുത്തപ്പോൾ എന്തായി, അതിൻ്റെ ലോൺ EMI കൂടി നമ്മൾ അടയ്ക്കേണ്ടി വന്നു. മാസാമാസം ആകുമ്പോഴേക്കും EMI അടയ്ക്കാൻ ഒരു തുക ഉണ്ടാവും കേട്ടോ. പൈസ വരുന്നുണ്ട്, പക്ഷേ അത് കയ്യിൽ നിൽക്കുന്നില്ല. വരുന്നത് കൊണ്ട് അപ്പം തന്നെ പൈസ കഴിയുന്നുമുണ്ട്. അത് ലോൺ അടയ്ക്കുന്നു, അതടയ്ക്കുന്നു, ഇതടയ്ക്കുന്നു, വേറെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കുന്നു, എല്ലാം കഴിയുമ്പോഴേക്കും നമ്മുടെ കയ്യിലെ പൈസ ഒരു മാസം ആവുന്നതിന് മുന്നേ തുടക്കത്തിൽ തന്നെ കഴിയുന്നുണ്ട് കേട്ടോ. പല ദിവസങ്ങളിൽ സത്യം പറഞ്ഞാൽ ഉറക്കം പോലും ഇല്ലാത്ത രാത്രികളുണ്ടായിരുന്നു. ഇങ്ങനെ വളരെ ബുദ്ധിമുട്ട് വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഈ ഒരു വിഷമങ്ങളെല്ലാം നമ്മൾ സ്വാഭാവികമായിട്ടും സംസാരിക്കുമല്ലോ. അങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നീ ഒരു ആസ്ട്രോളജറെ കാണേ, അപ്പോൾ അതിനുള്ളൊരു പരിഹാരം കിട്ടും. നമുക്കിതിലൊന്നും വലിയ വിശ്വാസമില്ലെന്നേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആസ്ട്രോളജറെ ഒന്നും കാണാനായിട്ട് നിന്നില്ല. അപ്പോഴേക്കും ഈ പ്രശ്നം ഭയങ്കരമായിട്ട് അങ്ങ് കൂടാൻ തുടങ്ങി. ഫിനാൻഷ്യലി നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാൻ തുടങ്ങി. അപ്പം ഞാൻ കരുതി ഒന്ന് ആസ്ട്രോളജറെ കണ്ടു നോക്കാം, അവൾ പറഞ്ഞതല്ലേ നല്ലതായിരിക്കും എന്നുള്ളത്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴാണ് ആസ്ട്രോ ടോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് കാണുന്നതും അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതിൽ രാജേഷ് ജി എന്ന് പറഞ്ഞൊരു അദ്ദേഹമായിട്ട് ഞാൻ സംസാരിക്കാൻ വേറൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് എന്നോട് ചോദിച്ചത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ എന്നാണ്. ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാനിങ്ങനെ വണ്ടർ അടിച്ചിരുന്നു കേട്ടോ. പുള്ളി ജസ്റ്റ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു കൊടുത്തതും എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പുള്ളി പറഞ്ഞു തന്നു. നിങ്ങളിപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല, കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. കാരണം ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞതും ഇത്രയും ഡീറ്റെയിൽസ് പറയണമെങ്കിൽ സംഭവം കൊള്ളാലോ എന്നായിരുന്നു എൻ്റെ ഒരു ഇത്. സത്യമായിട്ട് ഇങ്ങനെ അതിശയിച്ചിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ കൺസേൺസ് എല്ലാം പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. സത്യമായിട്ടും അത്രയും പറഞ്ഞ് പുള്ളിയോട്ട് കുറേ സംസാരിച്ചപ്പോൾ നമ്മുടെ മൈൻഡ് പകുതിയും റിലാക്സായി. ഒരു ഭയങ്കര ആശ്വാസം തോന്നി കേട്ടോ. അങ്ങനെ രാജേഷ് ജി കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളോട് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. ഞാനതൊക്കെ കുറേ ചെയ്യാനായിട്ട് തുടങ്ങി. കുറച്ച് ചെയ്ത് തുടങ്ങിയപ്പോൾ ഗ്രാജ്വലി നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നു തുടങ്ങി. ആ ഫിനാൻഷ്യലി നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നില്ലേ, അതിനൊക്കെ ഭയങ്കര ഒരു വ്യത്യാസം വന്നു തുടങ്ങി. വീട് എന്നുള്ളൊരു സ്വപ്നം നമ്മൾ യാഥാർത്ഥ്യമാവില്ല എന്ന് കരുതിയത് യാഥാർത്ഥ്യമാവാനും തുടങ്ങി കേട്ടോ. അപ്പോൾ നിങ്ങളും ഉറപ്പായിട്ടും
ഫിനാൻഷ്യലിയോ നിങ്ങളുടെ കരിയറോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പോ ആയിട്ടൊക്കെ എന്തെങ്കിലുമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഒരു ആസ്ട്രോളജറായിട്ട് സംസാരിക്കുക. നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് സംസാരിക്കുമ്പോൾ തന്നെ പക്കത്തിൽ റിലാക്സേഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഈ ആസ്ട്രോ ടോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ ഏറ്റവും വലിയതെന്ന് പറയുന്നത് ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും. എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, ഫിനാൻസ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അതിനെല്ലാം ഒരു പരിഹാരം ആസ്ട്രോ ടോക്ക് ആപ്പ് വഴി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വേഗം ചെന്ന് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആണേ. വേദ കയറുന്നതേ ഇല്ല. ഏട്ടൻ കുളിക്കാനായിട്ട് പോയി. വേദതേ ഞാനും കുളിച്ചിറങ്ങി. കയറി വാടി ഇങ്ങോട്ട്. വേദക്കുട്ടിയെ ഒരുവിധം നമ്മൾ റൂമിനകത്ത് കയറ്റി കുളിപ്പിച്ചു. സ്വിമ്മിങ് പൂളിൽ നിന്ന് അകത്തേക്ക് കയറ്റി കുളിപ്പിച്ച് ഇതേ കുളിച്ച് റെഡിയായി നിൽക്കുന്നു. നമ്മൾ ബാഗെല്ലാം പാക്ക് ചെയ്ത സമയത്ത് ഏട്ടാ ഏട്ടൻ്റെ കൂടെയാണ്. ഓ നോക്ക്, പുച്ഛം നോക്ക്, എല്ലാവരും കാണും. ഇതാണ് എൻ്റെ അവസ്ഥ. സോ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ പ്ലേസിൽ നിന്നും നമ്മൾ ടാറ്റാ ബോബോയ് പറഞ്ഞിറങ്ങുവാണ്. ഇനി 11 മണി വരെ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റു. വേറെ പരിപാടികളൊന്നുമില്ല. വേദയുടെ സ്വിമ്മിങ് എല്ലാം കഴിഞ്ഞു. ഇനി വേറെ ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ പോവാമെന്ന് കരുതി. എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു. എൻജോയ് ചെയ്തു. നല്ലൊരു ട്രിപ്പായിരുന്നു. ഏട്ടൻ ചോദിച്ചു എവിടെയെങ്കിലുമൊക്കെ പോകണോ എന്ന് ഞാൻ ചോദിച്ചു. വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് കുറച്ച് വസ്ത്രയുടെ ഓർഡറൊക്കെ വന്ന് കിടപ്പുണ്ട്. അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. എന്താ ഏട്ടനെ ഇറക്കി കിട്ടാനായിട്ടോ പോയത്. ഞാൻ ഇറക്കി അങ്ങനെ സെറ്റാക്കി നിർത്തിയേക്കണം. അപ്പോൾ ചോദിച്ചു പോകണോ, വേണമെങ്കിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ പോകാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ നേരെ വീട്ടിലേക്ക്. യൂട്യൂബർ വേദ മനോജ്. സത്യമായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. നമുക്കിവിടെ കുറച്ച് സ്ഥലം വാങ്ങിച്ചതുപോലെ റിസോർട്ടൊക്കെ ചെയ്യാറുണ്ട്. മൃഗങ്ങളൊന്നുമില്ലെന്ന് തോന്നുന്നു കേട്ടോ. എന്തെങ്കിലും ഒന്നിനെയും കണ്ടൊന്നുമില്ല. പന്നി അങ്ങനത്തെ ശല്യമൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം കേട്ടോ. നിങ്ങളും ഇതുപോലെയൊക്കെ ഫാമിലിയായിട്ടൊക്കെ എല്ലാവരുമായിട്ടൊക്കെ വരാൻ അടിച്ച് പൊളിക്കാം കേട്ടോ. നമ്മൾ മാത്രമായിട്ട് കൊള്ളാമായിരുന്നു. രസമുണ്ടായിരുന്നു. ഒരു പ്രൈവറ്റ് സ്പേസ് കൊള്ളാം. അപ്പോൾ വീട്ടിലോട്ട് ഇനി താഴെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്. ഇത് കുറച്ച് ഹൈറ്റിലാട്ടോ ഇരിക്കുന്നത്. മെയിൻ റോഡ് കുറച്ച് താഴെയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര രാവിലെ നമ്മൾ ഇറങ്ങിയത്. അല്ലെങ്കിൽ പിന്നെ ഇനി ഓർഡർ ചെയ്ത് വന്ന് കഴിച്ചിട്ടൊക്കെ ഇറങ്ങുമ്പോൾ താമസിക്കും. അപ്പോൾ പോണ വഴിക്ക് കഴിച്ചിട്ട് പോകാൻ വേണ്ടിയാണ് ഇത്ര നേരത്തെ ഇറങ്ങിയത്. അപ്പോൾ പോവാം. തുമ്മ് കൂടുതൽ മുങ്ങിക്കുളി. ഇതാണ് കുട്ടിക്കാനം ജംഗ്ഷൻ കേട്ടോ. അതാണ് കുട്ടിക്കാനത്തൊരു ഫേമസ് എന്താ കോളേജ്, എന്താ ബോർഡ് വെച്ചിരിക്കുന്നത്. മരിയൻ കോളേജ് ഭയങ്കര ഫേമസ് ആണ്. കുറേ ദൂരം ഉണ്ട് കേട്ടോ കോളേജ്. നമ്മൾ പോയ വഴിക്കൊക്കെ ഉണ്ടായിരുന്നു. നല്ല മണം, പൊറോട്ടയുടെ മണം. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കുട്ടിക്കാനം ജംഗ്ഷനിലുള്ള ഇതൊന്ന് ആരാധന റെസ്റ്റോറൻറ്റിൽ കയറാനേ. കുഞ്ഞിക്കട ആകുമ്പം നല്ല ഫുഡ് കിട്ടും. മെനു അപ്പവും മുട്ടക്കറിയും കടലക്കറിയും മീൻകറി, പുട്ടും മീൻകറി. എല്ലാവരും ഞാൻ പറയണായിട്ട് ശ്രദ്ധിക്കുന്നു. പുട്ടും മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കുട്ടനാടല്ലേ, കുട്ടിക്കാനം മീൻകറി. രണ്ടെണ്ണ ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല. സോഫ്റ്റ് പൊറോട്ട കേട്ടോ. നല്ല സോഫ്റ്റ്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല മണം വരണം പൊറോട്ടയുടെ. പൊറോട്ട ഉണ്ടോ? ചൂടോടെ നല്ല പൊറോട്ട. കറി ഇല്ലാതെയും കഴിക്കാം. മുക്കി കഴിക്കാം. രണ്ട് മുട്ടക്കറി പറഞ്ഞ് എനിക്കൊരു സ്ട്രോങ് ചായ. കാരണം 2 സ്ട്രോങ് ചായ. നോക്കണോ? വേദ മുട്ട കഴിക്കത്തില്ല. മുട്ടക്കറി നോക്കട്ടെ. കുട്ടിക്കാനം മുട്ടക്കറി എങ്ങനെ ഉണ്ടെന്ന്. ഇവിടുന്ന് നമുക്ക് അവിടെയും ഫുഡ് കൊണ്ടുവന്നത്. അവിടെ കുഴപ്പമില്ല. തിരുവനന്തപുരം മുട്ടക്കറി പോലെ തന്നെ. ഈ കടയിലെ ഓണർ നമ്മളോടൊരു കൊടും ക്രൂരത ചെയ്ത്. സത്യം പറഞ്ഞാൽ നമ്മൾ ബീഫും അപ്പവും തിന്നാനാണ് വന്നത്. അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഉള്ളത് വാങ്ങിച്ച് കഴിക്കാൻ നേരി. നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടിപ്പോൾ ബീഫ് ഓരോ പ്ലേറ്റിലും കൊണ്ടുവച്ചു, അല്ല ഓരോ ടേബിളിലും കൊണ്ടുവയ്ക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്നു, എന്നിട്ട് പറഞ്ഞില്ല. നമ്മൾ വെയിറ്റ് ചെയ്യാറുണ്ട് 5 മിനിറ്റ് കൂടെ. ഇതാട്ടോ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ്. ഇന്നലെ നമ്മൾ വന്നപ്പോൾ വെള്ളമേ ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നലെ മഴ പെയ്തല്ല, അതുകൊണ്ടാവും ചെറുതായിട്ട് വെള്ളം വരുന്നു. വാട്ടർഫോൾസ് എന്ന് പറയാനൊന്നും ഇന്നലെ ഇല്ലായിരുന്നു, പാറ മാത്രം ഉണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ചീവിട് വിളിക്കുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാമോ? നമ്മുടെ നാട്ടിൽ ചീവിടെന്ന് പറയും ഈ സാധനത്തിന്.
ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ വിളിക്കൂലേ ആ സാധനം? നിങ്ങളുടെ അവിടെ ഇതിന് എന്താണ് വിളിക്കുന്നത്? അല്ല, ഈ ചീവിടിന് എന്താണ് പറയുന്നത്? കണ്ടിട്ടുണ്ടാ? ഇതാണ് വാട്ടർഫോൾസ്. കണ്ടിട്ടുണ്ടാ? പക്ഷെ മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല നിറയെ വെള്ളമായിരിക്കും അല്ലേ? ഇവിടെ ആൾക്കാർ ഇറങ്ങി കുളിക്കുമെന്ന് തോന്നുന്നു. ആ സൈഡ് ഫുൾ ബാംബു ട്രീസ് ഇരിക്കുന്നു, അയ്യപ്പന്മാര്. ഈ റൂട്ട് ഇവിടെ കമ്പന്തേനി പോവില്ലേ? പോവാനി നമുക്ക് പോവാം. നമുക്ക് സമയപരിമിതി കൊണ്ട് നമ്മൾ പോകണം. അല്ലെങ്കിൽ മൂന്നാറൊക്കെ ഇവിടെ നിന്ന് അടുത്തായിരുന്നു. ഏട്ടനും വേണമെങ്കിൽ പോവാന്നൊക്കെ പറഞ്ഞ്, പക്ഷെ വസ്ത്രമല്ലേ കുറച്ച് ഓർഡേഴ്സൊക്കെ വന്ന് കിടപ്പുണ്ട്, അതൊക്കെ എനിക്ക് അയക്കാതെ എങ്ങും നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ വസ്ത്രം ഒന്ന് ഒതുക്കിയിട്ട് ഏട്ടനെ ഒന്നുകൂടെ സോപ്പിടണം ട്രിപ്പ് പോകാനായിട്ട്. എന്തായാലും ഇനി 12-ാം തീയതി കഴിഞ്ഞേ എങ്ങോട്ടും പറ്റത്തുള്ളൂ. അപ്പോഴേക്കും വസ്ത്രം ഒന്ന് ഒതുക്കണം, എന്നിട്ട് എവിടെയെങ്കിലും പറ്റുമെങ്കിൽ പോവും. അല്ലടാ, വേദയ്ക്ക് ഇഷ്ടമല്ല, വേദ പ്രാർത്ഥന എങ്ങും പോലെ എങ്ങും പോലെ എങ്ങും പോലെ എന്ന് പറയേണ്ടി. ആ, ഇന്നലെ നമ്മൾ നിർത്തിയ സ്ഥലത്ത് നമ്മൾ വീണ്ടും നിർത്തി പൈനാപ്പിൾ ജ്യൂസും കുടിച്ച്. പൈനാപ്പിൾ വാങ്ങിക്കണം. അത് ഫുൾ പൈനാപ്പിൾ കൃഷി കേട്ടോ. നമ്മളെ ട്രിവാൻഡ്രത്ത് പൈനാപ്പിളിനെ പൂർത്തിച്ചക്ക എന്ന് പറയും. ഇവിടെയൊക്കെ എറണാകുളത്തൊക്കെ കൈതച്ചക്ക എന്ന് പറയുന്നത്. എനിക്കറിയില്ല തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. ഫുൾ അവിടെയൊക്കെ കൃഷി കേട്ടാ. ഞാൻ ഇന്നലെ ഏട്ടനോട് പറഞ്ഞു 10 സെൻറ്റ് വാങ്ങിച്ച് നമുക്ക് പൈനാപ്പിൾ കൃഷി തുടങ്ങാം. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നിൻ്റെ വീടിരിക്കുന്ന അത്ര സ്ഥലമേ ഉണ്ടാവുള്ളൂ അത്രയെന്ന്. ഇതൊരു 2-3 ഏക്കർ വരൂല്ലേ? കൂടുതലല്ല, അങ്ങ് അവിടെ ഒന്നും കിടക്കുന്നു. മണമൊന്നുമില്ല. ഇത് പഴുപ്പിക്കാം, നമുക്ക് പഴുപ്പിക്കാൻ ഒരു കിലോ വാങ്ങിക്കാം. മണമൊന്നുമില്ല കേട്ടോ. ഇത് നമ്മളവിടെ ഇങ്ങനത്തെ മാങ്ങ ഇല്ലാന്ന് തോന്നുന്നു. കണ്ടിട്ട് മറ്റേ പാഷൻ ഫ്രൂട്ട് പോലെ ഇരിക്കുന്നു. ഇത് നോക്ക്, യൂട്യൂബർ എന്നെ കടത്തി വിട്ടോന്ന് തോന്നുന്നു. അതാ, ആരും എടുത്തു കൊടുക്കണ ഇഷ്ടമല്ല, എല്ലാം സ്വന്തം. ചേച്ചി പഴുത്തതിൻ്റെ ടേസ്റ്റ് നോക്കാനുണ്ടാ? ചേച്ചി നോക്കുകയാണ് ഇത് എവിടെ കയറി പോണേന്ന്. ഇന്നലെ നമ്മളിവിടെ വന്നിരുന്നു. ഇതൊരെണ്ണം തരണേ. ഇവിടെ പൂർത്തിച്ചക്ക കൈതച്ചക്ക എൻ്റെ പേര്? കൈതച്ചക്കയല്ലേ? ഓക്കെ. പൈനാപ്പിളും വേണം, മാങ്ങയും വേണേ. മൂവാണ്ട മാങ്ങ അല്ലേ? പഴുപ്പിച്ച മധുരം കാണോ? ഇതിപ്പം പുളിയൊക്കെ ഉണ്ട്. ഞാൻ 2-3 ഏക്കർ എന്ന് പറഞ്ഞില്ലേ? ഇത്ര ഏക്കർ ചേച്ചി? 12,000 എന്ന് പറയുമ്പോ 10,000. 10,000 റബ്ബറായിരുന്നു. അതിനെ വെട്ടി മുറിച്ചിട്ട് റീപ്ലാന്റ് ചെയ്യണമെന്ന്. ഇത് 3 വർഷം എന്ത് ഇത് ഇട്ടേക്ക് വന്നു. 6,000 ഏക്കറോളം ഉണ്ടെന്ന് അങ്ങോട്ടൊക്കെ. ഇത് 10,000 ഏക്കർ. ഞാൻ പറഞ്ഞു 2-3 ഏക്കർ. തുറന്നതേ ഉള്ളോ? മധുരം നല്ലത്. എങ്ങനെ റേറ്റ് എങ്ങനെയാ? ഇതിന്ന് മതി. നല്ല മധുരമുള്ള നോക്കി യൂട്യൂബിൽ വീഡിയോ ഇടണം. മധുരം ഇല്ലാത്ത തന്നാൽ ഞാൻ മധുരം ഇല്ലാത്ത തന്നെന്ന് പറയും. ഇത് നാടനല്ലേ? അതങ്ങ് ഒടിച്ചാ ചീത്തയായി പോവോ? ആ, അപ്പൊ ഇരിക്കട്ടെ. മാങ്ങ വേണം. മാങ്ങ പഴുത്തതൊന്ന് രുചിക്കാനുണ്ടോ? നോക്കട്ടെ, രുചിയുണ്ടോ നോക്കട്ടെ. കുഴപ്പമില്ല, കൊള്ളാം. പഴുപ്പിക്കാനുള്ളത് മതി. ഓ, ഇത് പഴുത്തതാണ് കേട്ടോ. കഴിച്ചോക്കാം, മധുരമുണ്ട്.
പഴുപ്പിക്കാനുള്ള മാങ്ങയാണ്. വെറുതെ അങ്ങ് വെച്ചാൽ മതി, അത് ഇനി മൂടി അങ്ങനെ 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 വെക്കണോ? ഇത് നാടൻ തന്നെ അല്ലേ, ഇവിടെ ഉള്ളതല്ലേ? ഇത് വേദയ്ക്ക് ഉപ്പിലിട്ട മാങ്ങ. നെല്ലിക്ക വേണോ? അവിടെ വെച്ചിരുന്നാൽ അവിടെ വെച്ചാൽ മതി. മാങ്ങയും പൈനാപ്പിളും. നമ്മുടെ കാറിലേ, നമ്മുടെ അല്ല ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ കാറിലും കാണും ഇങ്ങനെ പ്രഷർ, ടയറിൻ്റെ പ്രഷർ കുറയുമ്പോൾ ഇങ്ങനെ ഇൻഡിക്കേഷൻ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ എയറൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു എയർ ചെക്ക് ചെയ്യുന്ന കടയിൽ കയറി നമ്മളത് എയർ ചെക്ക് ചെയ്യാം കേട്ടോ. നമ്മളെ പാലാ വഴി പാസ് ചെയ്താട്ടോ പോകുന്നത്. അപ്പം ഇലക്ഷൻ പ്രചരണം കാര്യമായിട്ട് നടക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഇതുപോലുള്ള സഖാക്കളെ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ PC ജോർജ് അദ്ദേഹത്തെയാണ് കണ്ടത് കേട്ടോ. അദ്ദേഹത്തെ ഈ കാറിലല്ല, ആ ജീപ്പിൻ്റെ മുകളിലുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇലക്ഷൻ പ്രചരണം നടക്കുന്നത് കൊണ്ട് തന്നെ റോഡ് ഫുൾ ബ്ലോക്കാണേ. അത് കഴിഞ്ഞ് കുറേ നമ്മൾ എരുമേലി വഴിയൊക്കെ കേട്ടോ വന്നത്. ഇത് എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം കേട്ടോ. നമ്മുടെ അയ്യപ്പൻ്റെ അങ്ങ് ശബരിമലയ്ക്ക് കയറുന്നതിന് മുന്നേ ഉള്ള തൊട്ട് താഴെയുള്ള ഒരു അമ്പലമാണ് ഇത്, എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. നമ്മളിതേ വീടെത്താറായി. ആറ്റിങ്ങൽ ആലങ്കോട് വഴിയാണ് ഇപ്പോൾ വന്നത്. വേദയ്ക്ക് മന്തി, എനിക്ക് മന്തി വേണ്ട, മട്ടൻ കഴിക്കണം. നമ്മുടെ ആലങ്കോടത്തെ മട്ടൻ കറി കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കറങ്ങി നടക്കുകയാണ്. മന്തിയും മട്ടനും എല്ലാം കൂടി കിട്ടുന്ന ആലങ്കോടത്തെ ഒരു കട നോക്കി നടക്കുക കേട്ടോ. ബോർഡ് കണ്ടിട്ടുണ്ട്, അപ്പോൾ ആ ബോർഡ് നോക്കി പോവുകയാണേ. സെൻറ്റർ ഹോട്ടൽ ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ആകുമ്പോൾ മട്ടനും കിട്ടും, കുഴിമന്തിയും കിട്ടും, ഊണും കിട്ടും, എല്ലാം കിട്ടും. ഇത് നോക്കിയാണ് കേട്ടോ വന്നത്. KFC ഉണ്ടടി, ബ്രോസ്റ്റഡ് സോറി. കേറാം. മന്തി ഉണ്ടോ? മട്ടനൊക്കെ ഉണ്ടോ? ഉണ്ട്. ഒരു ക്വാർട്ടർ മന്തി. മട്ടൻ്റെ എന്തുണ്ട്? ബ്രെയിൻ ഉണ്ടോ? ഒരു ബ്രെയിൻ കഴിക്കോ? ഒരു ബ്രെയിന്. കറി ഉണ്ടോ? മട്ടൻ സാധാ കറി. ഒറട്ടി ഉണ്ടോ? പിന്നെന്താ ഉള്ളത്? പൊറോട്ട വേണ്ട, വേറെ? ആ, ഒറട്ടി ഉണ്ടെങ്കിൽ കിണറൊന്നും എനിക്ക് തോന്നണ അവര് പണ്ടേ ഉള്ളതായിരിക്കും, മാറ്റാതെ അങ്ങനെ തന്നെ. ചേട്ടാ കിണറോ ചേട്ടാ? അത് നിങ്ങൾ മാറ്റാതെ വീടായി മൂടാതെ നിങ്ങള്. ബ്രെയിന് കഴിഞ്ഞു വന്നു. ലൈഫിൽ ഫസ്റ്റ് ടൈം ഞാനൊന്ന് ബ്രെയിൻ ടേസ്റ്റ് ചെയ്യാന്ന് കരുതിയതാണ്. അവിടെ ഉണ്ടാകുന്ന എനിക്ക് നമുക്ക് വൈകിട്ട് കഴിക്കാം. നമ്മൾ വയ്ക്കുമ്പോഴല്ല, അവർ വെക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം കഴിക്കാമെന്ന് വെച്ച് അതും നടന്നില്ല. ബ്രെയിൻ ഇല്ലല്ലേ? കഴിഞ്ഞ സാധനം അങ്ങനെ കൊണ്ടുപോയി. അത് ഒരെണ്ണം ഫുള്ളായിട്ടല്ലേ നിങ്ങൾ കൊടുക്കുന്നത്? അളവ് വന്നില്ല. സൂപ്പർ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. വേണ്ട, കൊള്ളാം. ഞാൻ ഉറപ്പി കഴിക്കണം. ഒന്ന് മന്തി ഫാസ്റ്റ് ആക്കാവോ? കഷ്ണം കഴിക്കുന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടോ? അത് ഒന്നോ രണ്ടോ എന്ന് അറിയില്ല. ഇവരതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. മുസ്ലിംസ് വെക്കുന്ന മട്ടൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല വേറൊരു ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. രണ്ടും കൊള്ളാൻ ഇഷ്ടപ്പെട്ടു. ഇതെന്തോന്ന് മന്തി റൈസ് കൊള്ളാമെന്ന് കഴിച്ചു നോക്കിയിട്ടാലേ. ആക്രാന്തം കൂടി കയ്യിലൊക്കെ ആയി. ഇത് ബിരിയാണി റൈസാണ്, മന്തി റൈസ് പോലെ ഇല്ല. മറ്റേ ബസുമതി. ശകലോട്ടോ ഇടാ, സ്പൂണിടും. കൊള്ളാം കേട്ടോ, നല്ല റൈസ്.
നല്ല റൈസ് ചിക്കനാ നല്ല ഫുഡ് കേട്ടോ, നല്ല ഫുഡ്, നല്ല ഫുഡും നല്ല ഇത്, നല്ല നല്ല ടേസ്റ്റ്. മട്ടനും കൊള്ളാം. വിശന്നിരുന്നിട്ടാണോന്ന് അറിയില്ല, നല്ല ഫുഡായിരുന്നു. വേദൻ്റെ ബിരിയാണിയുടെ റൈസ് നല്ല ഫ്ലേവറായിരുന്നു. അതെ ബില്ല്. ഇത് ആലങ്കോട് ജംഗ്ഷൻ എത്തണ്ട കേട്ടോ, അതിന് മുന്നേ ഉള്ള സ്ഥലത്ത് ട്രിവാൻഡ്രത്ത് നിന്ന് വരുമ്പോൾ കടുവാപ്പള്ളി കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ, എറണാകുളത്തു നിന്നാണ് വരുന്നതെങ്കിൽ, കൊല്ലത്തു നിന്നാണ് വരുന്നതെങ്കിൽ ആലങ്കോട് എത്തുന്നതിന് മുന്നേ ലെഫ്റ്റ് സൈഡിൽ ഹോട്ടൽ സെൻറ്റർ. മന്തി അറേബ്യൻ ഫുഡും ഉണ്ട്, നമ്മുടെ ഫുഡും ഉണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ ചെന്ന് ജംഗ്ഷനിൽ നിന്ന്, ആലങ്കോട് ജംഗ്ഷനിൽ നിന്ന് കഴിച്ചേക്കാട്ടി ഇഷ്ടമായി. വിശന്നിരുത്തായിട്ടാണോ എന്താണെന്ന് അറിയില്ല. വേദയുടെ റൈസൊക്കെ നല്ല ഫ്ലേവർ ആയിരുന്നു കേട്ടോ. ആദ്യം ഞാൻ റൈസ് കണ്ടപ്പോൾ കരുതി ബിരിയാണി റൈസോ എന്നൊക്കെ കരുതി. വേദയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തു. താങ്ക് യു അല്ലേ, താങ്ക് യു. അപ്പോൾ പോവാം, നല്ല ഫുഡാണ്. ഇതുവഴി പോവുകയാണെങ്കിൽ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് പറഞ്ഞതാണ്. ഫുഡും കഴിച്ചിട്ട് നേരെ ലുലു മോളിലേക്ക് വന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഏട്ടൻ ഷൂട്ടിന് പോയ ശേഷം ഇതുവരെയൊക്കെ ലുലു മോളിൽ വന്നിട്ടില്ല. വർഷങ്ങളായി ലുലു മോളിൽ വന്ന ഫീലായിരുന്നേ. ഇനിയിപ്പോൾ കുഞ്ഞിയുടെ നൂലുകെട്ടൊക്കെ വരില്ല. ഞങ്ങളെല്ലാവരും ഡ്രസ്സ് എടുത്തു, ഏട്ടൻ മാത്രം ഡ്രസ്സൊന്നും എടുത്തില്ല. അപ്പോൾ പിന്നെ ഡ്രസ്സ് എടുക്കാമെന്നും പറഞ്ഞിട്ടാണ്, അതുകൊണ്ടൊക്കെയാണ് അവിടെ നിന്ന് രാവിലെ തിരിച്ചത് കേട്ടോ. ഒന്ന് തിരിച്ച് വരുമ്പോൾ ലുലുവിലൊക്കെ കയറി ഡ്രസ്സൊക്കെ ഷോപ്പ് ചെയ്ത് കുഞ്ഞൊരു ഷോപ്പിംഗ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങണം, ഷർട്ടൊക്കെ വാങ്ങണം എന്നും പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണേ. ഏട്ടനാണെങ്കിലും ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഇങ്ങനെ ഏട്ടന് ഇഷ്ടമുള്ള സാധനം ഏട്ടൻ തന്നെ വാങ്ങണം. നമ്മളാരും വാങ്ങി ഏട്ടന് ഇഷ്ടപ്പെടത്തില്ല. അത് ഏട്ടൻ തന്നെ വാങ്ങണം. അത് എത്ര വൃത്തികെട്ടതാണെങ്കിലും അത് ഏട്ടൻ തന്നെ സ്വയം വാങ്ങിയിട്ടാൽ അത് ഏട്ടന് ബോറിംഗ് ഇല്ല. പിന്നെ ലുലുവിൽ വന്ന് ഡ്രസ്സ് വാങ്ങുന്നത് ഞാനും വേദയും ഏട്ടനും ഉള്ളതിൽ ഏട്ടൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് വല്ല ഓൺലൈനിൽ പോയിട്ട് അതിൽ കാണുന്ന ഭംഗി തോന്നിയിട്ടുണ്ട്. ഏട്ടൻ പിന്നെ ബ്രാൻഡഡ് ഇടത്തുള്ളൂ കേട്ടോ. ലുലുവിൽ വന്നിട്ട് എവിടെയെങ്കിലും കയറി ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് മൈ ഡെസിഗ്നേഷനിലാണ്. അപ്പോൾ വന്ന പാടെ തന്നെ മൈ ഡെസിഗ്നേഷനിൽ പോകണം. അപ്പോൾ ഞാനാണെങ്കിൽ ഭയങ്കര ക്ഷീണം, ഒറട്ടിയും മട്ടനും ഒക്കെ കഴിച്ചിട്ട് അങ്ങ് ഉറങ്ങിക്കോളാൻ വയ്യ. അപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞു നമുക്ക് ചായ കുടിച്ച ശേഷം ഷോപ്പിംഗ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ കയറിയപ്പോഴാണ് ചായ കുടിക്കുന്നതിന് തൊട്ടടുത്ത്, മീൻസ് താഴത്തെ ഫ്ലോറിലായിരുന്നു, നമ്മൾ പോയ വഴിക്കായിരുന്നു മൈ ഡെസിഗ്നേഷൻ. അങ്ങനെ അവിടെ കയറി ഷർട്ട് എടുക്കാം കേട്ടോ. ഒരു ഷർട്ട് എടുക്കാൻ വന്ന ആൾ അങ്ങ് ഇഷ്ടപ്പെട്ടതെല്ലാം എടുത്തു. പക്ഷേ ഇവിടുത്തെ ഷർട്ട് കളക്ഷൻസൊക്കെ നല്ലതാണ്. പക്ഷെ എല്ലാം വൈറ്റ് ആട്ടോ. വൈറ്റിലാണ് ആ ഒരു ഡിസൈനൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ എല്ലാം വൈറ്റ് ആയാലും എങ്ങനെയെന്നൊക്കെ കരുതിയിട്ട് വേറെ 1-2 കളേഴ്സ് സെലക്ട് ചെയ്ത കേട്ടോ. പിന്നെ റൈറ്റിംഗ് വരുന്ന ടീഷർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലതാട്ടോ. ഇവിടുത്തെ ഷർട്ടൊക്കെ ഒരു വെറൈറ്റി സാധനങ്ങളാണ്. ഇത് ആക്ച്വലി മലയാളീസിൻ്റെ ആണ് ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ വലിയ രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവരുടെ പ്രൊമോഷനൊന്നുമല്ല, ഞങ്ങൾക്ക് ഏട്ടൻ യൂസ് ചെയ്യുന്ന ഷർട്ടൊക്കെ നല്ലതാണ്. ഇപ്പോൾ ഇട്ടിരിക്കുന്നതല്ല, ചിലതൊക്കെ നല്ല ഷർട്ടാണ്. അപ്പോൾ അത് ഈ മൈ ഡെസിഗ്നേഷനിൽ നിന്ന് എടുത്തതാണ്. ഒരു നമ്മൾ സ്ഥിരം കാണുന്ന സംഭവത്തിൽ നിന്നും ഒരു വ്യത്യസ്തമായ ഒരു സംഭവമാണ് ഈ മൈ ഡെസിഗ്നേഷൻ. ഈ കോളേജ് കുമാരന്മാർക്ക്, കോളേജ് പയ്യന്മാർക്കൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന ട്രെൻഡിങ് പുതിയ മോഡൽ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഈ കലണ്ടർ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ അതുകൂടെ ഇങ്ങനെ എടുത്തു. എന്നിട്ട് ആദ്യം മൈ ഡെസിഗ്നേഷൻ കയറി ഷർട്ടെല്ലാം കുറച്ച് ഷോപ്പ് ചെയ്ത ശേഷം നേരെ ചായ കുടിക്കാനായിട്ട് പോവുക കേട്ടോ. ചായ കുടിക്കാനായിട്ട് നേരെ ചായയിലേക്കാണ് പോയത്. അപ്പോഴാണ് വേദയുടെ എന്തോ ഒരു ജപ്പാൻ സ്റ്റോർ കണ്ടത്. അങ്ങനെ അവിടെ നേരെ കയറി കേട്ടോ. ഭയങ്കര സന്തോഷത്തോടെ കയറി. പക്ഷേ എനിക്ക് അവിടെ കണ്ടിട്ട് അതൊരു ജപ്പാൻ സ്റ്റോർ പോലെയും തോന്നിയില്ല. ഒരു ഒരു നോർമൽ കട പോലെയാണ് തോന്നിയത്. അവിടെ നമ്മൾ ഈ സാധാരണ ഉള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തെങ്കിലും ജപ്പാൻ വെറൈറ്റി ഉണ്ടാവുമെന്നും പറഞ്ഞാണ് കയറിയത്. മിനിസോയുടെ അത്ര പോലും എനിക്കവിടെ വെറൈറ്റീസ് ഉള്ളതായിട്ട് ഫീൽ ചെയ്തില്ല. നോർമൽ ഒരു ഷോപ്പിൽ കയറുന്ന ഫീൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ കയറിയിട്ട് ഞാൻ അപ്പം തന്നെ തിരിച്ചിറങ്ങി. പക്ഷേ വേദയ്ക്ക് അത് ജപ്പാൻ സ്റ്റോറെന്ന് കണ്ടതുകൊണ്ട് വേദയ്ക്ക് അവിടെ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങിയാലേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞ് പേര് മാത്രമേ ഉള്ളൂ, ഇതിനകത്തിരിക്കുന്ന സാധനങ്ങളൊന്നും ജപ്പാനിലുള്ളതല്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ കുറേ സമയം മുഖമൊക്കെ ഇങ്ങനെ ഇറക്കി വെച്ചുകൊണ്ടിരുന്നു വേദ. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് നമ്മൾ നേരെ ചായ കുടിക്കാനായിട്ട് മുകളിൽ ചായയിലേക്ക് പോയത്. പിന്നെ ലുലുവിൽ വന്ന് 3 ചായ കുടിച്ചാലും അതിന് റേറ്റ് 300 രൂപയാവും കേട്ടോ. അത് വേറെ കാര്യം. പക്ഷെ ഇവിടെ വന്നില്ലെങ്കിൽ എന്തോ ഒരു സമാധാനവും കിട്ടില്ല. ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ ലിങ്കല്ല പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്തേക്കാം. ഞാൻ മിന്ത്രയിൽ നിന്നാണ് വാങ്ങിയെന്ന് തോന്നുന്നു, ഒരുപാട് നാളെ കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. ആ ഷർട്ട് ഇട്ടാൽ എനിക്കൊരു മെനയൊക്കെ വരും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓവർ സൈസ്ഡ് ഒരു ഷർട്ടാണ്. പക്ഷേ ഞാനിടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയൊക്കെ എനിക്ക് തോന്നാറുണ്ട്, മൊത്തത്തിൽ തോന്നാറുണ്ട്. ടീഷർട്ട് ഇടുന്നതിനെക്കാട്ടി ഷർട്ട് ഇടുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഒരു ഷർട്ട് ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അങ്ങനെ ഞാൻ ഇനി മിന്ത്ര കയറി ഇതുപോലത്തെ കുറച്ച് ഷർട്ട്സ് ഓർഡർ ചെയ്യാമെന്ന് എഴുതിയിട്ട്. പിന്നെ എപ്പോഴും നമ്മൾ ഒരേ ഐറ്റം ഇടുമ്പോൾ അതും ബോറിംഗ് ആയിരിക്കും, അത് വേറെ കാര്യം.
അപ്പോൾ ഇന്ന് ലുലു ആക്ച്വലി ഇത് മൺഡേ ഇന്നലെ എടുത്ത വീഡിയോ കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു ലുലു. കാർ പാർക്കിങ്ങിന് പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. അത്രയും കാർ പാർക്കിന് സ്ഥലമുണ്ട്, പക്ഷേ എല്ലാം ഫുള്ളായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്ക്. എന്താണ് സംഭവം എന്നറിയില്ല. സാധാരണ ഹോളിഡേയ്സിലാണ് ഇവിടെ തിരക്കുള്ളത്, സാറ്റർഡേ സൺഡേ. ഇനി സ്കൂളൊക്കെ അടച്ചത് കൊണ്ടുള്ള തിരക്കാണോ എന്താണെന്ന് അറിയത്തില്ല. നല്ല തിരക്കുണ്ടായിരുന്നു. മൊത്തത്തിൽ തിരക്കില്ല. കാർ പാർക്കിംഗ് ഏരിയയിലൊക്കെ ഭയങ്കര തിരക്ക്, കാർ പാർക്ക് ചെയ്യാനായിട്ട് തിരക്ക്. ഇനി മൂവീസൊക്കെ കാണാൻ വന്നവരാണോ എന്നറിയില്ല ഇവിടെ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വലിയ തിരക്കില്ല. ഇനിയിപ്പോൾ ഈസ്റ്ററും കാര്യങ്ങളൊക്കെ വരുന്നതല്ലേ, അതിൻ്റെ ഇനി ഷോപ്പിംഗ് കാര്യങ്ങളായിട്ടൊക്കെ വന്നതാണോ എന്നറിയില്ല കേട്ടോ. അങ്ങനെ ചായയിൽ കയറി വേദ ഒരു ബിരിയാണി ചായ, ഞാനൊരു മസാല ചായ, ഏട്ടനൊരു സാധാ സ്ട്രോങ് ചായ ഓർഡർ ചെയ്തു. ഇത് മൂന്നിനും കൂടി 100 സംതിങ് ആയ കേട്ടോ. വേറെ ഒന്നും ഓർഡർ ചെയ്തില്ല. കഴിക്കാനൊന്നും വയറിൽ സ്ഥലമില്ല, വേണ്ടേം താനും. പക്ഷേ ഇങ്ങനെ ചായ കുടിക്കാനൊരു ടെൻഡൻസി അല്ല, ഒരു ക്ഷീണം പോലെ. വന്ന പാടെ തന്നെ വാഷ്റൂമിൽ കയറി ഞാനും വേദയൊക്കെ മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടൊക്കെയാണ് വന്നത്. എന്നിട്ട് ആ ഒരു ക്ഷീണം മാറുന്നില്ല. അപ്പം ചായ കുടിച്ചാൽ ആ ക്ഷീണം മാറും എന്നുള്ള രീതിയിലാണ് ഇവിടെ വന്നത്. പക്ഷെ ചായ കുടിച്ചിട്ടും വലിയ ക്ഷീണമൊന്നും മാറിയില്ല കേട്ടോ. വേദ ബിരിയാണി ചായ എന്ന് കേട്ടപ്പോൾ വേറെ എന്തോ വലിയ സംഭവം എന്ന് കരുതിയിട്ടാണ് ബിരിയാണി ചായ ഓർഡർ ചെയ്തത്. എന്നിട്ടും ഞാൻ പറഞ്ഞിട്ട് മൈലോ ഒക്കെ ഉണ്ട്, മൈലോയോ ബൂസ്റ്റോ ഹോർലിക്സോ ഒക്കെ വാങ്ങിച്ചു തരാം. എനിക്ക് ബിരിയാണി ചായ മതി എന്ന് പറഞ്ഞാൽ ബിരിയാണി ചായ മതി, ശരിയെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ടും പറഞ്ഞെങ്കിൽ മസാല ചായ ഓർഡർ ചെയ്യും, അല്ല ബിരിയാണി ചായ. അങ്ങനെ വലിയ പ്രതീക്ഷയുടെ വേദ ബിരിയാണി ചായ കുടിച്ചപ്പോൾ അത് സാധാ ചായയാണ്. അതിൻ്റെ മുകളിൽ കുറച്ച് ഈ ഡിക്കോഷൻ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഈ മണ്ടിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അടിയിൽ പാലും മുകളിൽ ഡിക്കോഷനാണ്, അങ്ങനെയാണെന്ന് നമ്മൾക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് പറ്റിയതാണ്. വല്ലതും പറയാൻ പറ്റുമോ, അപ്പം നമ്മളെ ചാടി കടിക്കാൻ നിൽക്കാം. അതുകൊണ്ട് ഞാനും പിന്നെ അധികം നിർബന്ധിക്കാൻ നിന്നില്ല. ചായ കുടിച്ചപ്പോൾ മനസ്സിലായി. അപ്പം കരുതാണ് മൈല വാങ്ങിച്ചാൽ മതിയായിരുന്നെന്ന്. എന്നോടിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞും പോയി. പിന്നെ അതിനെപ്പറ്റി പറഞ്ഞു, കുഴപ്പമില്ല ഞാൻ ഈ ചായ കുടിച്ചോളാം എന്ന് പറഞ്ഞു. സാധാരണ വേദ അങ്ങനെ ചായ കുടിക്കാറില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ നെട്ടയത്തൊക്കെ പോകുമ്പോൾ എല്ലാവരും കൂടി കുടിക്കുന്നത് കാണുമ്പോൾ വേദ ചായ കുടിക്കും. ഞാനും ചായ കുടിക്കാത്ത ആളായിരുന്നു. ഇപ്പം വൈകുന്നേരം ഒരു ചായ നിർബന്ധം. രാവിലെ എനിക്ക് ചായ വേണ്ട, ഒട്ടും വേണ്ട, എനിക്ക് വേണമെന്നേ ഇല്ല. അത് യാത്ര പോകുമ്പോഴും രാവിലെ അങ്ങനെ ചായ വേണമെന്ന് നിർബന്ധമില്ല. പക്ഷെ വൈകുന്നേരം ഇപ്പോൾ ചായ കുടിക്കാനൊരു നിർബന്ധം കേട്ടോ. ഈ മനുഷ്യൻ എന്തിൻ്റെ കേടാണെന്ന് എനിക്കറിയില്ല. എന്നും ചെരുപ്പ് വാങ്ങിക്കലാണ്, എന്നും ചെരുപ്പ് വാങ്ങിക്കൽ. എനിക്കാണെങ്കിൽ ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. ആക്ച്വലി ഇവിടെ കയറി അതൊരു വാലറ്റ് വാങ്ങാനാണ് ഏട്ടന്. അപ്പോൾ നല്ല ലെതറിൻ്റെ ഷോപ്പാണ്, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ കയറി വാലറ്റും വാങ്ങി, ഈ ലെതറിൻ്റെ ഒരു ബെൽറ്റും വാങ്ങി കേട്ടോ. നല്ല മെറ്റീരിയൽ, നല്ല ക്വാളിറ്റി സാധനം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ ഷോപ്പ്. പിന്നെ ലെതറിൻ്റെ ചപ്പലൊക്കെ അതൊക്കെ എടുത്തിട്ട് നോക്കുകയാണ്. ഞാനിങ്ങനെ ഇറക്കി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടപ്പോൾ പിന്നെ അതിനെ കൂരി വെച്ചിട്ട് വന്നു. ഇത് ഗോട്ടിൻ്റെ മീൻസ് സ്കിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് വച്ചേക്കാണ്. അങ്ങനെ ചെരുപ്പ് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് അടുത്ത് നടക്കുകയാണ്. എനിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് സത്യമായിട്ട്. കഴിഞ്ഞ ആഴ്ചയും വാങ്ങിച്ചു, അതിൻ്റെ മുന്നിലത്തെ ആഴ്ചയും വാങ്ങിച്ചു. എപ്പോഴും ചെരുപ്പ് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കണം. ഒന്ന് വാങ്ങിച്ചിട്ട് ഇത് കംഫർട്ടബിൾ അല്ല, അടുത്ത ചെരുപ്പ് വാങ്ങിക്കാം എന്നാണ് പറയുന്നത്. എന്നാൽ നീ ചെരുപ്പ് വാങ്ങിയിര്, ഏതെങ്കിലും ലോക്കൽ സാധനങ്ങൾ വാങ്ങി. ഈ വില കൂടിയ സാധനങ്ങൾ ഇങ്ങനെ ആഴ്ചയിൽ വാങ്ങാൻ ഏട്ടൻ ആരാണ്? സാധാരണ ഒരു മനുഷ്യനല്ലേ. അപ്പോൾ പിന്നെ അത് മനസ്സിലാക്കാതെ ചുമ്മാ ഇത് വാങ്ങിക്കാൻ കേട്ടോ. അത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ആവശ്യത്തിനൊക്കെ എല്ലാം വേണം, ആവശ്യത്തിൽ കൂടുതലായാലും പ്രശ്നമല്ലേ. അങ്ങനെ ചെരുപ്പ് വാങ്ങിക്കാനൊക്കെ നടന്നിട്ട് എൻ്റെ മുഖം അത്ര ശരിയല്ലാത്തതുകൊണ്ട് വലിയ രീതിയിൽ ചെരുപ്പ് വാങ്ങിയില്ല. അടുത്തിനി ബെനറ്റണിൽ കയറുകയാണ് ജീൻസ് വാങ്ങാനായിട്ട്. അവിടെ ബെനറ്റണിൽ കയറിയപ്പോൾ ഏട്ടനെന്തോ ജീൻസൊന്നും ഇഷ്ടമായില്ല കേട്ടോ. ഈ ബെനറ്റണിലൊക്കെ എപ്പോഴും ചെന്നാലും ഒരേ സാധനം. ഏട്ടൻ ഓൾറെഡി ഉള്ള ജീൻസ് തന്നെ വീണ്ടും ഏട്ടൻ ബെനറ്റണിലെ ജീൻസ് മാത്രമേ ഇടത്തുള്ളൂ. അതിൽ കൂടിയത് ഇടത്തില്ല, അതിൽ കുറഞ്ഞത് ഇടത്തില്ല. അപ്പോൾ എപ്പോഴും വാങ്ങി സെയിം സാധനം. ഒരു പ്രാവശ്യം വാങ്ങി തന്നെ വീണ്ടും വാങ്ങുന്നത്. ഇപ്രാവശ്യം ചെന്നപ്പോഴും സെയിം സാധനം തന്നെ ഉള്ളത്. അതുകൊണ്ട് പിന്നെ നോക്കിയതേ ഉള്ളൂ, വാങ്ങാനായിട്ട് നിന്നില്ല. എപ്പോഴും എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടേ. പിന്നെ സ്ക്രാച്ചുള്ള ടൈപ്പ് എടുക്കുകയാണെങ്കിൽ ഒറ്റ വാഷ്, മാക്സിമം ഒരു 4-5 വാഷ് കഴിയുമ്പോൾ ആ സ്ക്രാച്ച് കീറാൻ തുടങ്ങും. ഞാൻ കൈ കൊണ്ടൊന്നും അല്ല നനയ്ക്കുന്നത്, വാഷിംഗ് മെഷീനിൽ തന്നെയായിട്ട് ഇടുന്നത്. വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ടിട്ട് എടുക്കുമ്പോഴേക്കും ആ സ്ക്രാച്ച് കീറി തുടങ്ങും. അപ്പോൾ വേസ്റ്റ് ഓഫ് മണിയാണ് ഇവിടെ നിന്ന് ഇത്രയും പൈസ കൊടുത്ത് ജീൻസൊക്കെ എടുക്കുന്നത്. ഏട്ടനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്കിങ്ങനെ പൈസ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കളയുന്നത് ഇഷ്ടമല്ല. പക്ഷെ ബ്രാൻഡഡ് സാധനങ്ങൾ ഇടുന്നത് നല്ലത് തന്നെയാണ്. അതിന് നമുക്കൊരു ഇതൊക്കെ ഉണ്ടാവും, സെറ്റപ്പൊക്കെ ഉണ്ടാവും. എങ്കിലും അമിതമായിട്ട് അങ്ങ് ബ്രാൻഡഡ് ആവുന്നത് എനിക്ക് അത്ര താല്പര്യമുള്ള കാര്യമില്ല. ആവശ്യത്തിനൊക്കെ അത്യാവശ്യം ഒന്ന് കാണുമ്പോൾ കൊള്ളാം, മൊത്തത്തിലൊന്ന് കൊള്ളാം എന്ന് പറയണം. അല്ലാതെ അതിൽ കൂടുതൽ ബ്രാൻഡഡ് ആവാൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ. പക്ഷേ ഏട്ടൻ നേരെ ഓപ്പോസിറ്റാണ്. പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ മനുഷ്യന് അഹങ്കാരം കേട്ടോ. എല്ലാം ബ്രാൻഡഡ് ഇടത്തുള്ളൂ.
അങ്ങനെ ബെനറ്റിലൊക്കെ കയറി അവിടെ നിന്ന് സാധനം ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് നേരെ താഴെ ലുലുവിൽ ഹൈപ്പർ മാർക്കറ്റ്. ലുലുവിൽ വന്നാൽ ഹൈപ്പർ മാർക്കറ്റിൽ പോകാണ്ട് അങ്ങനെ പോകുന്നത്. ആവശ്യമില്ലെങ്കിലും കുറേ സാധനങ്ങൾ വാങ്ങിച്ചോളും കേട്ടോ. അവസാനം ബില്ല് വന്നപ്പോൾ 5000 രൂപ. ഞാൻ എന്നിട്ട് എൻ്റെ ട്രോളിയിൽ നോക്കിയപ്പോൾ അതിനകത്തൊന്നുമില്ല. 5000 രൂപയ്ക്ക് ഞാൻ എന്ത് കുന്തമാണ് വാങ്ങിയത്. ഞാൻ സത്യം പറഞ്ഞാൽ സാധാരണ 3000-ലൊക്കെയാണ് ബില്ല് ഒതുങ്ങാറ്. ഇപ്രാവശ്യം 5000 രൂപ. അതെങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ ഷാമ്പൂ കണ്ടീഷണറൊക്കെ വാങ്ങിച്ചിട്ട് തന്നെ കേട്ടോ ബില്ല് വരുന്നത്. നമുക്കിവിടെ കയറുമ്പോൾ അങ്ങ് അതെടുക്കാനും ഇതെടുക്കാനും വേറെ അതിനിടയ്ക്ക് ചെന്ന് ചോക്കോസ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. തിരിച്ച് വന്നപ്പോൾ കൈ നിറച്ച് ചോക്കോസ്, നൂഡിൽസ്, ഹോട്ട് ചോക്ലേറ്റിൻ്റെ ഇത് എല്ലാം കൂടെ വാരിക്കൊണ്ട് വന്നു കേട്ടോ. പിന്നെ ഞാനൊന്നും പറയാനായിട്ട് നിന്നില്ല. പിന്നെ അതേ പോത്ത് വാങ്ങിക്കുകയാണ്. കുറേ ദിവസമായി ഞാൻ പോത്ത് വയ്ക്കാനായിട്ട് കുറച്ച് മിക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെ എടുത്തില്ല. അതിനിരുന്ന് സവോളയൊക്കെ അരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ റെഡിയാക്കി ഇതിനിടയ്ക്കൊരു സൺഡേ വയ്ക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചതാണ്. പക്ഷെ അന്ന് വയ്ക്കാൻ പറ്റിയില്ല. പിന്നെ അതിരുന്ന് ചീത്ത ഉണ്ടാകുന്ന കരുതി വൈകിട്ടത്തേക്ക് എടുക്കാം, നാളത്തേക്കും എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് പോത്ത് അവിടെ നിന്ന് വാങ്ങുകയാണേ. സത്യം പറയാമല്ലോ, നമ്മൾ പച്ചയോടെ വെട്ടി വാങ്ങുന്നതിൻ്റെ ഫ്രഷ്നെസ് ഒരിക്കലും ഒരു ലുലുവിലും കിട്ടത്തില്ല. ഇനി എത്ര വലിയ ലുലു ആണെങ്കിലും. പിന്നെ അങ്ങനെ വാങ്ങാൻ പറ്റാത്തവരുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ വാങ്ങാൻ നല്ലതാണ്. ഇപ്പോൾ നമുക്ക് അങ്ങനെ പോയി വാങ്ങാൻ പോത്തൊക്കെ നമ്മുടെ ട്രിവാൻഡ്രത്ത് സൺഡേസിലാണ് വെട്ടുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ കാണില്ലല്ലോ, പെട്ടെന്ന് കൊതിക്കും വേണ്ടി ഇതുപോലെയൊക്കെ വാങ്ങാവേ. പിന്നെ മീനെല്ലാം മാരിനേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഒന്നും വാങ്ങിയില്ല, പോത്ത് മാത്രമേ വാങ്ങിയുള്ളൂ. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ കേക്ക്, പൂക്കല, അങ്ങനെയൊക്കെ വേണ്ട കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി നമ്മൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഒരു ദിവസം അങ്ങനെ എൻജോയ് ചെയ്തു. ഇനി ഞാൻ ഏട്ടനെ സോപ്പിട്ടുകൊണ്ട് നിൽക്കുകയാണ്. 12-ാം തീയതിക്ക് ശേഷം ഏട്ടാ വായോ നമുക്ക് എവിടെയെങ്കിലും പോവാം, ഏട്ടാ വായോ നമുക്ക് എവിടെയെങ്കിലും പോവാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ പോകണ്ട, എനിക്കൊരു ക്യാമറമാൻ്റെ ആവശ്യമുണ്ട്, നമുക്കിവിടെ ക്യാമറയൊക്കെ ചെയ്ത് വസ്ത്രമൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സോപ്പിട്ട് നിൽക്കുകയാണ്. ഏട്ടൻ നിൽക്കുമോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. നമുക്കിപ്പോൾ ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ, ആ ഇഷ്ടത്തിലോട്ട് പോകാനായിരിക്കും എല്ലാവർക്കും താല്പര്യം. ഇതാകുമ്പോൾ ഏട്ടൻ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് പോകാനും എനിക്ക് വസ്ത്രയിൽ കുറച്ച് റിലാക്സ് ആവാൻ പറ്റും ഏട്ടൻ കൂടെ നിൽക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഇതാണ് ഞാൻ ഏട്ടനോട് നിൽക്കുന്ന പറയുന്നത്. പക്ഷേ ഏട്ടൻ വർക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിട്ട് പോകാനാണ് കൂടുതൽ ഇഷ്ടം. ഞാനൊന്ന് സോപ്പിട്ട് നോക്കട്ടെ, നിങ്ങൾ കൂടി ഒന്ന് പ്രാർത്ഥിക്കൂ, നമുക്ക് ഏട്ടനെ ഇറക്കാം. നോക്കി എന്ന് ഏട്ടൻ ഷൂട്ട് ചെയ്തപ്പോൾ 35 മിനിറ്റോളം വീഡിയോ ഉണ്ട് കേട്ടോ. 30 മിനിറ്റ്സ് അബോവ് വീഡിയോ ഉണ്ട്. ഒരു മടിയില്ല മനുഷ്യന് വീഡിയോ ഷൂട്ട് ചെയ്യാനെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോയാലും നമ്മളെ സ്ഥലം കാണാനല്ലേ പോകുന്നത്. പക്ഷേ ഏട്ടൻ അങ്ങനെയല്ല, ക്യാമറയും കൊടുത്തങ്ങ് വിട്ടാൽ ഫുൾ ഏട്ടൻ ആ സ്ഥലം ആസ്വദിക്കണമെന്നില്ല, വീഡിയോ എടുക്കണം. ചില കിച്ചണിലൊക്കെ ചെന്നിട്ട് അങ്ങ് അവിടെ അടുക്കളയിലങ്ങ് ഇടിച്ച് കയറുകയാണ് കേട്ടോ. അവർ ചീത്ത വിളിക്കുന്നത് വരെ എവിടെയെങ്കിലും പോയാൽ വീഡിയോ ഷൂട്ട് ചെയ്യും. അങ്ങനെ ഒരു ഭയങ്കര ഡെഡിക്കേഷനാണ് വീഡിയോ എടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തായാലും ഒരു ക്യാമറാമാൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഏട്ടാ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോ നിൽക്കുകയാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ പോട്ടെ. വസ്ത്രം കൂടി ഉള്ളതൊക്കെ കൊണ്ടാണ് മൊത്തത്തിൽ ഞാൻ ഒറ്റയ്ക്കാവുമ്പോഴേ എന്നെ കൊണ്ട് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അറിയില്ല എങ്ങനെയാണ്, എങ്ങോട്ടാണ് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന്. സത്യം പറഞ്ഞാൽ കുറേ ദിവസത്തിന് ശേഷം ഇപ്പോൾ ഒരു ട്രിപ്പ് ഒരു ദിവസത്തെ ആണെങ്കിലും പോയിട്ട് വന്നപ്പോൾ ഭയങ്കര മൈൻഡിനൊക്കെ ഒരു റിലാക്സേഷൻ. ഏട്ടനായാലും ഭയങ്കര സ്ട്രെസ്സല്ലേ, രാവിലെ പോകുന്നു വൈകിട്ട് വരുന്നു. അപ്പോൾ ഒന്ന് മാറി നിന്നപ്പോൾ നല്ലൊരു റിലാക്സേഷനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈശ്വര ഒന്ന് ഇറക്കി കിട്ടാനാണ് പാട്. ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഇനി വീണ്ടും തിരിച്ച് കയറ്റിയാൽ പിന്നും ഇറങ്ങാൻ പാടായിരിക്കും. എന്നോടൊപ്പം യാത്രകൾക്കൊക്കെ വരാൻ പറ്റണേ. ഇപ്പോൾ വേദയ്ക്ക് വെക്കേഷനല്ലേ, വെക്കേഷനാണ്. ഇപ്പോൾ വേദയ്ക്ക് സ്കൂൾ തുറന്നാലും എനിക്ക് ഇത്രയും വിഷമം വരില്ലായിരുന്നു. 2 മന്ത്സ് വെക്കേഷനുണ്ട്. 12th കുഞ്ഞിൻ്റെ നൂല് കെട്ടാണ്. അത് കഴിഞ്ഞ് മെയ്യിൽ വേദയ്ക്ക് ക്ലാസ് ഞാൻ ട്യൂഷൻ ആക്കിയിട്ടുണ്ട്. ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. അപ്പോഴെവിടെയെങ്കിലും ഒന്ന് പോയിട്ട് വന്നാൽ സന്തോഷമായിരിക്കും. എപ്പോഴും വീട്ടിൽ കയറി ഇങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ എത്ര തിരക്കാണെങ്കിലും നമ്മളെപ്പോഴും അതിനൊക്കെ സമയം കണ്ടെത്താറുണ്ട്. പക്ഷേ ഈ 12th ശേഷം ഒരു വലിയ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ടുള്ളൊരിതാട്ടല്ല, ഇതുപോലെ ഒരു 2-3 days ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഒരു വലിയ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റേതായ പ്രിപ്പറേഷൻസ് വേണ്ടേ. വലിയ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളൊരുപാട് പ്രാവശ്യമായിട്ട് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എനിക്ക് ഇപ്പോഴും നടക്കുമോ എന്നുള്ളതിൽ ഒട്ടും കൺഫർമേഷൻ ഇല്ല. എങ്കിലും മനസ്സിൽ അത് നടന്നിരുന്നുവെങ്കിൽ, കാരണം വേറെ ഇനി ഹയർ സ്റ്റഡീസൊക്കെ ആണ്, മീൻസ് 9th 10th ഒക്കെ ആവുകയാണ്. 9th ഒക്കെ ആയാലും 10th ഒക്കെ ആയാലും ഒട്ടും നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോഴും പോയതാണ്. അതെനിക്കൊരു റോഡ് ട്രിപ്പ് പോകണമെന്നുള്ളൊരാഗ്രഹം ഉള്ളതുകൊണ്ട് കേട്ടോ. അല്ലാതെ ഇപ്പോൾ നമുക്ക് ഫ്ലൈറ്റിലൊക്കെ പോവുകയാണെങ്കിൽ ജസ്റ്റ് 1 week കൊണ്ട് പോയിട്ട് വരാം. പക്ഷെ ഒരു റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് പോകണം എന്നുള്ളൊരാഗ്രഹം മനസ്സിലുള്ളത് കൊണ്ട്, അങ്ങനെ പോകണം എന്നുള്ള ഒരു പ്ലാൻ മനസ്സിലുള്ളത് കൊണ്ട് കുറച്ച് ദിവസം നമുക്ക് എടുത്തേ പറ്റത്തുള്ളൂ. അതൊക്കെയാണ് ഓരോ പ്രശ്നങ്ങളെന്ന് പറയുന്നത്. കുറേ സമയം കൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ.
ശരി, അപ്പോൾ എന്തായാലും ലുലുവിൽ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ വീടെത്തിയപ്പോൾ ഒരു 7-7:30 മണിയായിട്ട്. റോഡ് ഫുൾ ബ്ലോക്ക്. നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ജാഥയും അതും ഇതുമൊക്കെ ആയിട്ട് വീടെത്തിയപ്പോൾ 7-7:30 മണി കഴിഞ്ഞു. ലുലുവിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു. 6:30 കഴിഞ്ഞു ലുലുവിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും. പക്ഷേ ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ നമ്മളൊരു ട്രിപ്പ് പോയി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി ഒന്ന് നമ്മൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ പോയിട്ടും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇന്നലെ അത്യാവശ്യം നന്നായിട്ട് ഉച്ചയ്ക്കും രാത്രിയൊക്കെ ഉറങ്ങുകയും ചെയ്തായിരുന്നു. പക്ഷേ ഇത്രയും യാത്ര ചെയ്തപ്പോഴേ എന്തോ ടയേർഡായി. എന്നിട്ട് വീട്ടിൽ ചെന്ന് പോത്തൊക്കെ വച്ച് കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. വേറെ വിശേഷമൊന്നുമില്ല. ഇനി 2-3 ദിവസം ഞാൻ വീട്ടിൽ കാണും. എത്ര ദിവസം കൊണ്ട് നമ്മൾ വീടടച്ചിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും പോകും കേട്ടോ. 2-3 ദിവസമല്ല, 2 ദിവസമേ ഉണ്ടാവത്തുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ പോവും. അവിടെ ഒരാൾ കൂടി ഇല്ലാതെ എല്ലാം കൂടി അമ്മയെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ മിക്കവാറും പോവും. ഈ പറഞ്ഞ പോലെ ഏട്ടന് ഷൂട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. രാത്രിയിലത്തെ ഫുഡിൻ്റെ കാര്യമാണ് മെയിനായിട്ടൊരു പ്രശ്നം. ഏട്ടൻ ചപ്പാത്തി ചിക്കനൊക്കെ ലൊക്കേഷനിൽ നിന്ന് കിട്ടുമെങ്കിൽ ഏട്ടൻ അങ്ങനെ കഴിക്കത്തില്ല കേട്ടോ. അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട്, ഫുഡിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഏട്ടനുണ്ട്. എങ്കിലും പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കും. ഞാൻ പോകുന്നതിലും പരാതിയില്ല, ഫുഡ് വെച്ച് തന്നില്ല എന്ന് പറഞ്ഞും പരാതിയില്ല, നിന്നാലും പരാതിയില്ല. അങ്ങനെയാണ് ഏട്ടൻ കേട്ടോ. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ, ബൈ ബൈ.